ഈ വർഷത്തെ പൂരം കാളവേല ആഘോഷങ്ങൾക്കൊരുങ്ങി ചെറുപ്ലശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം. നാളെ ക്ഷേത്രത്തിൽ ദേവസ്വം ചുറ്റുവിളക്ക് നടക്കുന്നതോടെ ഈ വർഷത്തെ പൂരാഘോഷങ്ങൾക്ക് തുടക്കമാകും. ജനുവരി 16 രാവിലെ കൊടിയേറ്റം നടക്കും. ജനുവരി 20 മകരച്ചൊവ്വ മഹോത്സവം വർണ്ണാഭമായി ആഘോഷിക്കും. 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ പകൽപൂരം നടക്കും. വൈകിട്ട് 7 മണിക്ക് സ്റ്റാർ സിംഗേഴ്സ് നയിക്കുന്ന ഗാനമേളയും അരങ്ങേറും. ഇത്തവണത്തെ ഉത്സവാഘോഷങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതാക്കുമെന്ന് ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീ പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ 2024 കാളവേലാഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതാക്കണം എന്നുള്ള സംഘാടക സമിതിയുടെ തീരുമാനപ്രകാരം ഏകദേശം കഴിഞ്ഞ വർഷം 40 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നത്. 38 ലക്ഷത്തോളം രൂപ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചിലവാകുകയും ചെയ്തു. ഈ വർഷം അത് 45 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു നല്ല സഹകരണം നമുക്ക് ഈ കമ്മിറ്റിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി തന്നെ നാളെ മകരം 1 ദേവസ്വം ചുറ്റുവിളക്കോട് കൂടിയിട്ടാണ് ഉത്സവം ആരംഭിക്കുന്നത്. മറ്റന്നാൾ രാവിലെ ബഹുമാനപ്പെട്ട നമ്മുടെ പുത്തനാൽക്കാവിലെ തന്ത്രി ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്തിൽ കൊടിയേറ്റം നടക്കും. അതിനുശേഷം വൈകുന്നേരത്ത് കേളിയുണ്ട്. അതിനുശേഷം കതിരേറ്റം, ഈ കതിരേറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂത്തുപുറപ്പാടാണ്. അങ്ങനെ വിവിധ പരിപാടികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. ഈ വർഷത്തെ ഉത്സവം വളരെ ഗംഭീരമാക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഈ കമ്മിറ്റി. അതോടൊപ്പം ദേവസ്വവും ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ മികവുറ്റ രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. അതിന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 16 തീയതി രാവിലെ 9 മണിക്കാണ് കൊടിയേറ്റം. അപ്പോൾ അതിൻ്റെ പ്രൗഢഗംഭീരമായ ചടങ്ങാക്കുന്നതിന് വേണ്ടി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാവരുടെയും, എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും ജനങ്ങളുടെയും ചെറുപ്ലശ്ശേരി ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് നമ്മൾ ഇത്തവണത്തെ പൂരം നല്ല രീതിയിൽ മികച്ചതാക്കണമെന്നാണ് വിചാരിക്കുന്നത്. ജനുവരി 21 മുതൽ ഫെബ്രുവരി 10 വരെ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഫെബ്രുവരി 11 പൂരവും 12 കാളവേലയും 13 താലപ്പൊലി മഹോത്സവവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ ജി സുകുമാരൻ, സെക്രട്ടറി പി അനിൽകുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രഘുനാഥ്, പി സുനിൽകുമാർ, ഇ ദാസൻ, എൻ കൃഷ്ണദാസ്, വി രമേശ് തുടങ്ങിയ ഭാരവാഹികൾ പങ്കെടുത്തു.